നമസ്കാരം. ഞാനിവിടെ ഡയമണ്ട് ഹെൽപ്പിൻ്റെ സൈറ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതോടൊപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ പ്ലാൻ പ്രസൻറ്റേഷൻ പറയാം. എന്താണ് പ്ലാൻ എന്നുള്ളത് പറഞ്ഞുതരാം. ഓരോ വ്യക്തികളും നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഹെൽപ്പിംഗ് പ്ലാനുകൾ വന്നു. അതിനൊന്നും തന്നെ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്ലാൻ വന്നു, ഡയമണ്ട് ഹെൽപ്പ്. ഇങ്ങനത്തെ ഒരു പ്ലാൻ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരുപാട് പ്ലാൻ കണ്ടിട്ടുണ്ട്, പലതിലും പൈസ പോയിട്ടുണ്ട്, ഒന്നിലും വരുമാനം വന്നിട്ടില്ല. ഞാനിവിടെ നിങ്ങൾക്ക് വരുമാനം പ്ലാൻ പറഞ്ഞതിന് ശേഷം ഇന്ന് സൈറ്റിലൂടെ ഞാൻ പ്ലാൻ പ്രസൻറ്റേഷൻ പറഞ്ഞുതരാം. അത് സൈറ്റിനെ പരിചയപ്പെടുത്തി തരാം. ഇതുവഴി ഓരോ ആളുകൾക്ക് മനസ്സിലാവും പേയ്മെൻറ്റ് എത്രത്തോളം വരുന്ന സമയത്ത് എന്നുള്ളത്. നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ 500 രൂപയാണ് നമുക്ക് ജോയിനിങ് ഫീസ് അല്ല, ജോയിൻ ചെയ്യാൻ ഒരു വ്യക്തിക്ക് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുക. 500 രൂപ ഹെൽപ്പായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. 25 രൂപയുടെ പിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ID ക്രിയേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 525 രൂപ. 525 രൂപ മുടക്കിയാൽ നമുക്ക് പിന്നെ 500 വരും. 500 വരാൻ ഏകദേശം 1.5 മാസം ടൈം എടുക്കും. ഇപ്പം കുറച്ച് ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പം തുടക്കം മാത്രമാണ്. വരുന്ന സമയത്ത് ഇതൊരു തരംഗമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് 500 വരുമ്പോൾ നമ്മൾ സ്പോൺസർക്ക് 50 രൂപ കൊടുക്കുന്നു. പിന്നെ 700 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്നു, അതിന് കാണിക്കും. 700 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. നെക്സ്റ്റ് 4 ആളിൽ നിന്ന് 700 കിട്ടുന്നു. ഫസ്റ്റ് 700 കിട്ടുമ്പോൾ നമ്മൾ 450 രൂപ 100 രൂപ സ്പോൺസറിന് കൊടുക്കുന്നു. 500 രൂപ ഒരു റീബർത്ത് ID, ഇവിടെ റീബർത്ത് ID ക്രിയേറ്റ് ആകാൻ ചെയ്യുന്നത്. റീബർത്ത് ID പേയ്മെൻറ്റ് കൊടുക്കുന്നു. ബാക്കി 700 കിട്ടുമ്പോൾ 1500 അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് 700 രൂപ. നെക്സ്റ്റ് തേർഡ് ലെവലിൽ നമുക്ക് 1500 വരും. ഫസ്റ്റ് 1500 വരുമ്പോൾ നമ്മൾ 450 രൂപ സ്പോൺസറിന് നമ്മൾ ചേർത്ത ആൾക്ക് കൊടുക്കുന്നു. ഒരു റീബർത്ത് ID ക്രിയേറ്റ് ആവും, ഒരു സപ്പോർട്ട് ID. ഇവിടെ ഒരു സപ്പോർട്ട് ID ക്രിയേറ്റ് ആവും. ടോട്ടൽ 9 സപ്പോർട്ട് IDകളും 5 റീബർത്ത് IDകളാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നെ 2550 രൂപ. നെക്സ്റ്റ് 5000 വരും. ഫസ്റ്റ് 5000 വരുമ്പോൾ 2000 രൂപ സ്പോൺസർക്കും ഒരു റീബർത്ത് IDയുടെ പേയ്മെൻറ്റും 3 സപ്പോർട്ട് IDയുടെ പേയ്മെൻറ്റും കൊടുക്കുക. അതിനുശേഷം ബാക്കി 5000 വരുമ്പോൾ നമ്മൾ 10000 രൂപ അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 26000 രൂപയാണ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ലെവൽ, 5ാമത്തെ ലെവൽ, 10 പേരിൽ നിന്ന് 10000 ലഭിക്കും. 10000 ലഭിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 10000 ലഭിക്കുമ്പോൾ 5000 രൂപ സ്പോൺസറിന് കൊടുക്കുക. 2 റീബർത്ത് IDയുടെ പേയ്മെൻറ്റ് കൊടുക്കുക. 5 സപ്പോർട്ട് IDകളുടെ പേയ്മെൻറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് 91500 രൂപ. ടോട്ടൽ ബെനിഫിറ്റ് 1,21,000 രൂപ. നിങ്ങളൊരു 10 ID അടിച്ചിട്ടാൽ ഇതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1,21,000 രൂപ നേടിയെടുക്കാൻ പറ്റും. 10 IDകൾ അടിച്ചാൽ നിങ്ങൾക്ക് 12,10,000. ഈ 10 IDയുടെ സ്പോൺസർ ഇൻകം 76,000 രൂപയും. ടോട്ടൽ 12,86,000 രൂപ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ ഹ്യൂജ് എമൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തള്ളിപ്പോകും. അത്രത്തോളം എമൗണ്ടുകളാണ്. കോടികൾ നേടിയെടുക്കുക. ഇത് ചെറിയ എമൗണ്ടാണ് നിങ്ങൾ കണക്കാക്കിയാൽ അത് വളരെ തെറ്റാണ്. ചെറിയ എമൗണ്ട് ഒരു IDയിൽ റീബർത്ത് IDകൾ ക്രിയേറ്റ് ആവുന്ന 5 റീബർത്ത് IDകൾ ക്രിയേറ്റ് ആവും. 5 × 5 25 റീബർത്ത് IDകൾ ക്രിയേറ്റ് ആവും. 25 × 5 125 റീബർത്ത് IDകൾ ക്രിയേറ്റ് ആവും. അങ്ങനെ നെക്സ്റ്റ് 625 റീബർത്ത് IDകൾ ക്രിയേറ്റ് ആവും. അങ്ങനെ റീബർത്ത് IDയുടെ ഒരു സംഗമം തന്നെയാണ് വരാൻ പോകുന്നത്. ഈ റീബർത്ത് IDകൾ പേയ്മെൻറ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയാണ് പേയ്മെൻറ്റ് വരിക എന്നുള്ളത്. നമുക്ക് കോടികൾ കിട്ടാൻ അധിക വർഷമൊന്നും കാത്തിക്കണ്ട. കോടികൾ കിട്ടാൻ നമുക്ക് ഏകദേശം 3-4 വർഷം മതി കോടികൾ കിട്ടാൻ ഇതിലൂടെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകില്ല. ഇവിടെ ഒരു IDയുടെ പ്രയോജനം ഞാൻ പറഞ്ഞുതരാം. ഒരു ID നമ്മൾ എടുക്കുമ്പോൾ 1,21,000 കിട്ടും. 5 റീബർത്ത് IDകളിൽ നിന്ന് 6,05,000. പിന്നെ 25 റീബർത്ത് IDകളാകും 30,25,000.
പിന്നെ 125 ഇരുപത്തടികളാവും 1,51,25,000 രൂപ. നെക്സ്റ്റ് 125 × 5 625 7,56,25,000 രൂപ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ 3-4 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് മുടക്കുന്നത് എത്രയാണ്? മുടക്കുന്നത് വെറും 525 രൂപ. നിങ്ങൾ ഒരു ബിരിയാണി കഴിച്ചു, നിങ്ങളെ കൂട്ടുകാരാരെങ്കിലും ബിരിയാണി കഴിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഈ 525 രൂപ കുറച്ച് ദിവസത്തേക്ക് മറന്നു കളയാം. നിങ്ങൾ ഒരു മാസം 1.5 മാസം കൊണ്ട് ഈ 525-ൻ്റെ 250 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. 10 ഐഡിയ അടിച്ചാൽ ഈ 525-ൻ്റെ 5,250 രൂപ ആവും 10 ഐഡിക്ക്. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് 2,500. ഈ 10 ഐഡിയുടെ സ്പോൺസറിങ് 500,000 രൂപ അവിടെ. പിന്നെ നെക്സ്റ്റ് ഒരു 3-4 മാസം ആകുമ്പോൾ 7,000 രൂപ പ്രോഫിറ്റ് 10 ഐഡിക്ക്. ഒരു ഐഡിയിൽ 700 രൂപ, 10 ഐഡിയിൽ 7,000 രൂപ. പിന്നെ സ്പോൺസറിങ് 100, 10 ഐഡിയിൽ 1,000, 8,000 രൂപ. 8,000 പ്ലസ് 3,000 11,000 രൂപ. 11,000-ത്തിലും നിങ്ങൾ കൊടുത്തതോ 5,250 രൂപ. മൈനസ് 5,250, ബാക്കി 5,750. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് 5,750 രൂപ പ്രോഫിറ്റ് വന്നു 10 ഐഡിയ അടിച്ചാലും. ഇവിടെ പലരും മടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിജയിക്കില്ല എന്ന കാര്യത്തിൽ പലർക്കും സംശയമാണ്. ഇവിടെ വിജയിച്ച് കാണിക്കുകയും ഇത് സക്സസ് ആയ ഒരു പ്ലാനായി മാറും, ഇന്ത്യയിൽ സക്സസ് ആയ ഒരു പ്ലാനായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഞാൻ ഒരു ഡയറക്റ്റ് റെഫറലിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒരു ഡയറക്റ്റ് റെഫറലിൽ നിങ്ങൾക്ക് 7,600 കിട്ടും. അന്നേരം അവരുടെ 5 റീബർത്ത് ഐഡികൾ സ്റ്റാർട്ടാകുമ്പോൾ 38,000 രൂപ. പിന്നെ 5 × 5 25 റീബർത്ത് ഐഡികൾ സ്റ്റാർട്ടാകുമ്പോൾ 1,90,000 രൂപ. പിന്നെ 25 × 5 125 റീബർത്ത് ഐഡികൾ സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 9,50,000 രൂപ. പിന്നെ 125 × 5 625 റീബർത്ത് ഐഡികൾ സ്റ്റാർട്ടാകുമ്പോൾ 47,50,000 രൂപ. ഇത്രയും ആണ് ഒരു റീബർത്ത് ഐഡിയിൽ നിന്ന് നിങ്ങൾക്ക് 3-4 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത്. 10 ഡയറക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 10 ഡയറക്റ്റ് റെഫറലാണ്, സെൽഫ് ഐഡി അല്ല. സെൽഫ് ഐഡിനെ കുറിച്ച് പിന്നെ പറയാം, അത് വീഡിയോ വളരെ വലുതായി പോകും. അതുകൊണ്ട് ഞാൻ പറയാം, 10 ഡയറക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് 76,000 രൂപ കിട്ടും. പിന്നെ ഈ 10 റീബർത്ത് ഐഡികൾ 10 × 5 50 റീബർത്ത് ഐഡികൾ 50 റീബർത്ത് ഐഡി ആകുമ്പോൾ 38,000 രൂപ, അല്ല 38 ലക്ഷം. 50 റീബർത്ത് ഐഡികൾ 38 ലക്ഷം. പിന്നെ 50 × 5 250 1,90,000, അല്ല 1,90,00,000. പിന്നെ 250 × 5 1,250 9,50,00,000. പിന്നെ 1,250 × 5 6,250 47,50,00,000. ഇത്രയും വരുമാനമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇത്ര വരുമാനം വരിക എന്നുള്ളത്. ഇത് പലരും ഇപ്പം ഏറ്റെടുത്തു കഴിഞ്ഞു, വലിയ ലീഡേഴ്സൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ വരുന്ന സമയത്ത് വളരെ ഇപ്പോൾ വന്ന എല്ലാവർക്കും പേയ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1,500-ൻ്റെ ആളുകൾക്ക് 500-ൻ്റെ പേയ്മെൻറ്റ് വന്നു. ഇവിടെ റീബർത്ത് ഐഡി സപ്പോർട്ട് ഐഡികളൊക്കെ താഴോട്ട് വന്ന് പെട്ടെന്ന് തന്നെ 500-ൻ്റെ പേയ്മെൻറ്റ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്ലോ ആണെങ്കിൽ കൂടി. അതുകൊണ്ട് പ്രിയ വ്യക്തികളെ, നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ ഇന്ന് തന്നെ ലീഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പ്ലാനിൽ സൈറ്റിലേക്ക് കിടക്കാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇത് നമ്മളുടെ റെഫറൽ ലിങ്കാണ്. കോപ്പി URL എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ നമുക്ക് റെഫറൽ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. അവിടെ താഴോട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ക്യാഷ് സെൻഡ് ഹെൽപ്പ് ഞാൻ 24,000 രൂപ, സെൻഡ് ഹെൽപ്പ് സ്പോൺസറിന് 1,550 രൂപ. എനിക്ക് കിട്ടിയ റിസീവ് ഹെൽപ്പ് 34,200 രൂപ. ഞാൻ റിസീവ് ഹെൽപ്പ് സ്പോൺസറിന് 850 രൂപ വാങ്ങിച്ചു. പിന്നെ ഒരു ഡയറക്റ്റ് എൻ്റെ താഴെയുള്ള ഐഡികൾ ഞാൻ പറയുന്നില്ല, ഇതിൽ വരുമാനം കണ്ടാൽ നിങ്ങൾ നെട്ടു, അത്രയ്ക്കും സ്പോൺസറിങ്ങാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലുള്ള മെയിൻ ഐഡിയ ആണ് എൻ്റേത്, അതിൻ്റെ നടുക്കുള്ള ഐഡിയ ആണിത്, ഇതിൻ്റെ താഴെയുള്ള ഐഡിയ ആണ് വേറെ. അതിലും മറ്റേ ഐഡിയയിലൊക്കെ 8,000-ലും മേലെ ഞാൻ
വരുമാനം വാങ്ങിച്ചു. ആ ഐ ഡിയിലേക്ക് പോവാം. ഇവിടെ കണ്ടോളൂ, ഇവിടെ എനിക്ക് 8,950 രൂപ സ്പോൺസർ ഇൻകം കിട്ടി. ഫസ്റ്റ് ഐ ഡി ഞാൻ കാണിച്ചു തരാം. ഇവിടെ 13,300 രൂപ ഞാൻ സെൻഡ് ചെയ്തു. 850 രൂപ സ്പോൺസറിന് കൊടുത്തു, അത് ഞാൻ തന്നെ. റിസീവ് ഹെൽപ്പ് എമൗണ്ട് ഓട്ടോപ്പുള്ള് 18,600 രൂപ ലഭിച്ചു. ഞാൻ കൊടുത്തത് 13,300 രൂപ. ഇത് ചെറിയ ലെവലിലായതുകൊണ്ടാണ്. ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പം വലിയ വലിയ സംഖ്യകളാണ് വരുന്നത്. ഇവിടെ മൂന്നാമത്തെ സൈറ്റ് എടുത്തത് മെയിൻ 3 സൈറ്റുകളാണ്. ഇവിടെ എനിക്ക് സെൻട്രൽ ഇപ്പോൾ 23,300 രൂപയും സെൻഡ് സ്പോൺസർ 1,500 രൂപയും, ഇവിടെ റിസീവ് ഇപ്പോൾ 33,200 രൂപയും റിസീവ് സ്പോൺസർ 4,700 രൂപയും കിട്ടി. ഇവിടെ എൻ്റെ ടീം 1,878 ടീമായി. ഇവിടെ 6 റീബർത്ത് ഐ ഡികൾ സ്റ്റാർട്ടായി. സപ്പോർട്ട് ഡൊണേഷൻ സപ്പോർട്ട് ഐ ഡി 2 സ്റ്റാർട്ടായി. ഇവിടെ ഞാൻ സൈറ്റിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ ഓപ്ഷനിൽ പോയാൽ നമുക്ക് മൈ പ്രൊഫൈലിൽ ടച്ച് ചെയ്താൽ മൈ പ്രൊഫൈലിൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പം ഇത് യൂട്യൂബിലിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം ഇ പിന്നിൽ നമുക്ക് അവൈലബിൾ ഇ പിൻ ടച്ച് ചെയ്യാം. അവിടെ നമ്മൾ പിൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇവിടെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം, രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി മെയിനായിട്ടൊന്നുമില്ല. ഇവിടെ പിന്നിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഇപ്പോൾ ഗ്ലോബൽ എൻട്രീസിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യാം. ഫസ്റ്റ് ലെവലിൽ ഇത്രയും ഐ ഡികൾ എൻ്റെ 12ാമത്തെ ഐ ഡിയാണ്. അത് മെയിൻ ഐ ഡി. അതിൻ്റെ താഴെ റീബർത്ത് ഐ ഡി 1, 2, 3, 4, 5, 6 റീബർത്ത് ഐ ഡി, 2 സപ്പോർട്ട് ഐ ഡികളായിട്ടുണ്ട്. ഇതിൽ എനിക്ക് റീബർത്ത് ഐ ഡിയിൽ 1, 2, 3 റീബർത്ത് ഐ ഡികളിൽ നിന്ന് 2,500 കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് ലെവലിൽ പോവാം. സെക്കൻഡ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് ഐ ഡിയാണ് മുകളിലുള്ളത്. താഴെയുള്ള 3 റീബർത്ത് ഐ ഡിയിൽ നിന്ന് 4,700 കിട്ടി. തേർഡ് ലെവലിൽ പോകാം. ഇവിടെ എനിക്ക് ഫസ്റ്റ് ഐ ഡിയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അതിൻ്റെ താഴെ 3 റീബർത്ത് ഐ ഡികൾ. ഇതിൽ ഫസ്റ്റ് 57 നമ്പർ റീബർത്ത് ഐ ഡിയിൽ 6,500 വന്നു. അതുപോലെ 3 സൈറ്റിലും എനിക്ക് ഇത്രത്തോളം റീബർത്ത് ഐ ഡി സ്റ്റാർട്ടായിട്ടുണ്ട്. 3ാമത്തെ ഐ ഡിയിൽ കുറച്ച് ലേറ്റാണ്. അതിൽ പേയ്മെൻറ്റ് റീബർത്ത് ഐ ഡിയിൽ 1,500 പേയ്മെൻറ്റ് വന്നിട്ടില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ മുന്നോട്ടുള്ള കാര്യം പറയാം. ഗ്ലോബൽ എൻട്രീസിന് ശേഷം റിപ്പോർട്ട്സിൽ പോയി നോക്കുമ്പോൾ സെൻഡ് ഹെൽപ്പ് കൊടുത്തത് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഒരാൾക്ക് സെൻഡ് ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഇവിടെ കാണാൻ പറ്റും. ഇത്ര ആൾക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിൽ സ്പോൺസറിൻ്റെയും 700-ൻ്റെയും റീബർത്ത് ഐ ഡിൻ്റെയും എല്ലാം ഇതിലാണ് വരുന്നത്, ഒരേ പേയ്മെൻറ്റിൽ. റിസീവ് ഹെൽപ്പ് സ്പോൺസറിൻ്റെ നിന്ന് കിട്ടിയത് എനിക്ക് എൻ്റെ സ്പോൺസറിൽ നിന്ന് കിട്ടിയ എമൗണ്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 450, 100, 500, 450 കുറച്ചൊന്നും കിട്ടിയിട്ടുള്ളൂ. കുറച്ചാളുകൾക്ക് 450 കിട്ടിയിട്ട് ബാക്കി 100ഉം 50ഉം ആണ് കൂടുതലും. അതിനുശേഷം നമുക്ക് റിസീവ് ഹെൽപ്പ് പോയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സ്പോൺസറിൻ്റെ തന്നെയാണ്. ഓക്കെ, റിപ്പോർട്ട്സ് റിസീവ് ഹെൽപ്പ് ഗ്ലോബലി റിസീവ്ഡ് ഹെൽപ്പ്. ഇവിടെ നമ്മൾ റിസീവ് ചെയ്ത പേയ്മെൻറ്റുകളുടെ എണ്ണം കാണിക്കും. ഇവിടെ 1,500, 700 റീബർത്ത് ഐ ഡികളുടെ പേയ്മെൻറ്റ് ഒക്കെ ഒന്നിലാണ് വരിക. 1,500 കണ്ടോ, ഇവിടെ എല്ലാം 1,500 കിട്ടിയത് 1, 2, 3, 4, 5, 6 6,500 ലാസ്റ്റ് ഈ ഐ ഡിയിൽ കിട്ടിയത് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മൈ നെറ്റ്വർക്കിൽ ഡയറക്റ്റ് മെമ്പേഴ്സിൽ കാണാം.
ഡയറക്റ്റ് മെമ്പേഴ്സിൻ്റെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് താഴെ അടിക്കാം. താഴെയുമുണ്ട് 87 പേര് ഡയറക്റ്റ് റെഫറലാണ്. അതുപോലെ എല്ലാ ഐഡികളിലും മെയിനായിട്ട് 2 ഐഡികളിലേ ഉള്ളൂ കൂടുതൽ. അതിന് ശേഷം താഴെ 5ഉം 2ഉം 1ഉം ഒക്കെയാണ് മറ്റുള്ള ഐഡികളിലുള്ളത്. അതിനുശേഷം നമുക്ക് ടോട്ടൽ മെമ്പർ 10 ലെവലായിട്ട് കാണിക്കാം. നെറ്റിന് കുറച്ച് പ്രോബ്ലം. ഓക്കെ, അത് നെറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല. ജനറേഷൻ ട്രീ നമ്മൾ ഡയറക്റ്റ് ചെയ്ത വ്യക്തികൾ ഞാൻ 87 പേരെ ചേർത്തു. ആ വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ആറ് അണ്ടറിലാണ് നമുക്ക് ആളെ തരേണ്ടത്. ഇവിടെ ഞാൻ ഒരു ID ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ സുനിൽ കുമാറിൻ്റെ ID ഓപ്പൺ ചെയ്തു. ഇദ്ദേഹം ഡയറക്റ്റ് 6 പേരെ ചേർത്തു. ഈ 6 പേരിൽ ഫസ്റ്റ് പേര് സുനിലിൻ്റെ തന്നെ, സെക്കൻഡ് സുനിലിൻ്റെ തന്നെയാണ്, നൗഷാദ് അലി. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ID ടച്ച് ചെയ്തു. ഇദ്ദേഹം ആരെയും ചേർത്തിട്ടില്ല. അങ്ങനെ ഓരോ വ്യക്തികളുടെയും നമുക്ക് അവരുടെ താഴെയുള്ള ഓരോ വ്യക്തികളുടെയും IDയിൽ പോയാൽ നമുക്കറിയാൻ പറ്റും. സുനിൽകുമാറിൻ്റെ IDയിൽ അടുത്ത ID 4 എണ്ണം. അങ്ങനെ ഓരോ വ്യക്തികളുടെയും നമുക്ക് അണ്ടറിൽ എത്ര വ്യക്തികൾ വന്നു എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് മെയിൻ ഹോമിലേക്ക് വരാം. ഇവിടെ സെൻഡ് ഹെൽപ്പ് നമുക്ക് ഇവിടെ നീല ഓപ്ഷനിൽ ഇവിടെ കാണിക്കും. റിസീവ്ഡ് ഹെൽപ്പ് ഇവിടെ കാണിക്കും. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ നോക്കിയാൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതെല്ലാവരും ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളും അത് ചെയ്തിരിക്കണം. ഓക്കെ, ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലിലും എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിനുശേഷം വേറെ മൈ പ്രൊഫൈലിൽ ഇവിടെ ഈ തലയുടെ ഓപ്ഷൻ വന്നോടത്ത് മൈ പ്രൊഫൈലിൽ പോകാം. ടച്ച് ചെയ്താൽ മൈ പ്രൊഫൈലിൽ പോകും. പിന്നെ സൈൻ ഔട്ട് ചെയ്യാനും പറ്റും. ഇനിയും ഏതെങ്കിലും പേയ്മെൻറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ വിട്ടുപോയിട്ടൊന്നുമില്ല. കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.